ഹലോ, ഞാൻ പറയാൻ തന്നെ എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കില്ല ഈ ചാപ്റ്ററിലൊക്കെ. അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് മിക്കവാറും നിങ്ങൾ നോക്കുക, മൈക്രോയിലെ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ, മൈക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതേപോലെ മൈക്രോയിലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ, ദെൻ തേർഡ് ചാപ്റ്റർ, ഈ 3 ചാപ്റ്ററിനായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന, നിങ്ങൾക്ക് മിക്കവാറും ഇത്തവണയും പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടാ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനൽ എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് നോക്കി ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തന്നിരിക്കുന്ന ചോദ്യം നോക്കിക്കോട്ടോ. ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ തന്നില്ലേ, ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം. താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം നോക്കാനാണ്. ആദ്യമേ പറഞ്ഞേക്കാൻ വെറുതെ ചില്ലറ കളിയല്ലത്, 8 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, താഴെ തന്നിരിക്കുന്ന ഒരു ഡയഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡയഗ്രാം കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ ഡയഗ്രാം നോക്കിയതിനു ശേഷം നിങ്ങളോട് പറഞ്ഞത് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഏതാണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഏതാണ് നമുക്ക് അറിയുന്ന കാര്യമാണ്. എക്സ്പ്ലെയിൻ വൈ ദ ബജറ്റ് ലൈൻ ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. എന്ന് വെച്ചാൽ എന്താണ് ബജറ്റ് ലൈൻ എന്തുകൊണ്ടാണ് ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്? എന്താ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പറഞ്ഞാൽ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? താഴത്തേക്ക് പോകുന്നതിനെ ഡൗൺവേർഡ് എന്ന് പറയും. സ്ലോപ്പിംഗ് പറഞ്ഞാൽ ചെരിവുണ്ടെങ്കിൽ അങ്ങനെ പറയും അല്ലേ? അപ്പോൾ അതാണ് പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ആണ് പോകുന്നെങ്കിൽ ഡൗൺവേർഡ് എന്ന് പറയും. ഇത് ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നും പറയും അല്ലേ? അത്രേ ഉള്ളൂ. ദെൻ ഫൈനലി പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രൈബ് ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ അല്ലേ? കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും. ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ, ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നോക്കിക്കോളൂ, കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഈ ഒരു ഭാഗത്ത് നിന്ന് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ചോദ്യം എന്ത് ചെയ്യാം, 5 മാർക്ക് മുതൽ 8 മാർക്കിന് വരെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു ഒറ്റ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങളത് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ ഫൈൻ. അപ്പം നോക്കിക്കോളൂ, നമ്മൾ ആദ്യം ചോദിച്ചതാണ് ഇക്വേഷൻ ഓഫ് ദ ബജറ്റ് ലൈൻ ഏതാണ് പറഞ്ഞല്ലേ? ഇക്വേഷൻ ഓഫ് ദ ബജറ്റ് ലൈൻ എന്ന് പറയാൻ നമുക്കറിയാം, ബജറ്റ് ലൈൻ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. P1 x1 പ്ലസ് P2 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പഠിച്ചത്. എന്ത് ഈ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ? ലെസ് ദാൻ എന്ന് പറയാൻ കാരണം നമുക്കറിയാം എന്ത് ചെയ്യാം, ഇപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപ തന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1000 രൂപയ്ക്ക് വേണമെങ്കിലും സാധനം വാങ്ങാം. ചിലപ്പോൾ 900 വാങ്ങാം, 800 വാങ്ങാം, 700 വാങ്ങാം, 750 വാങ്ങാം, അതേപോലെ 850 വാങ്ങാം. 1000 രൂപയുടെ താഴത്തേക്ക് വാങ്ങാം. അതിൻ്റെ മുകളിലേക്ക് വാങ്ങാൻ പറ്റുമോ? ഇല്ല. താഴത്തിലാണെന്ന് പറഞ്ഞാൽ താഴേക്ക് വാങ്ങാൻ പറ്റുള്ളൂ, മുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ 1000 രൂപ വരെയോ അല്ലെങ്കിൽ 1000 രൂപയുടെ താഴെയോ നിങ്ങൾക്ക് വാങ്ങാം. അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഏതാണ് പറഞ്ഞത്? ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബജറ്റ് ലൈൻ നമ്മൾ എഴുതി വെച്ചു. P1 x1 പ്ലസ് P2 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെന്ന് എഴുതി വെച്ചു അല്ലേ? നമ്മളോട് പറഞ്ഞാൽ ഇതിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള കാരണം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബജറ്റ് ലൈൻ വെച്ചിട്ട് നമ്മൾ പറയാൻ പോകുന്ന ആദ്യമായിട്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം എന്ന് പറയാറുണ്ട്. എന്താ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള നോക്കണേ. ഇറ്റ്സ് എ പോയിന്റ് വേർ കൺസ്യൂമർ ക്യാൻ എൻജോയ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. എന്താണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ? നമ്മൾ എന്തിനാ ഈ കൺസംഷൻ ഒക്കെ ചെയ്യുന്നത്? വേറെ ഒന്നുമല്ല, നമുക്ക് സംതൃപ്തി കിട്ടാനല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെച്ചാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്, എൻ്റെ കയ്യിൽ ഇതാ കുറച്ച് വെള്ളമുണ്ട്, ഞാൻ അതെടുത്ത് കുടിക്കുന്നു. നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എന്തിനാ ഞാനിപ്പോൾ ഇതിനെ വെള്ളം കുടിച്ചത്? എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ദാഹം മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വെള്ളം കുടിക്കുകയാണ് ചെയ്തത് അല്ലേ? സിമ്പിളായിട്ട് ചെയ്ത കാര്യം അത്രയേ ഉള്ളൂ ആണല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ മാക്സിമം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആ ഒരു അവസ്ഥയാണ് യഥാർത്ഥം എന്ത് കൺസ്യൂമർ ഒപ്റ്റിമം എന്ന് പറഞ്ഞത്. അതിനെ അടിസ്ഥാനപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമറുടെ ഇൻകവും ഇതിനെയും അടിസ്ഥാനപ്പെടുത്തി പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ ഒരു സ്ലൈഡ് കൂടി ആഡ് ചെയ്യട്ടെ, നോക്കിക്കോട്ടെടാ. അതായത് ഞാനിവിടെ പറഞ്ഞു വെച്ച കാര്യം എന്തായിരുന്നു, ഈ പറഞ്ഞിരിക്കുന്ന കൺസ്യൂമറുടെ ഇൻകവും അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക, സാറ്റിസ്ഫാക്ഷൻ അഥവാ നമ്മുടെ സംതൃപ്തി അളക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഇൻഡിഫറൻസ് കർവാണ്, അഥവാ IC കർവ് നമ്മൾ പറയും അല്ലേ? ഇനി നമ്മുടെ ഇൻകം ലെവൽ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താ സൂചിപ്പിക്കുക, നമ്മുടെ ഇൻകം ലെവൽ എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ബജറ്റ് ലൈൻ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നാൽ മതി, എന്ത് കിട്ടും, നമ്മുടെ ബജറ്റ് ലൈൻ അതേപോലെ ഇൻഡിഫറൻസ് കർവും ചേർന്ന് വരുന്ന പോയിന്റിലായിരിക്കും എന്തുണ്ടാവുക, നമുക്ക് നോർമലി കൺസ്യൂമർ ഇക്വിലിബ്രിയം ഉണ്ടാവുമെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യം ആദ്യം പഠിച്ചോളൂ. ഇത് രണ്ടുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇക്വിലിബ്രിയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഉപഭോക്താവിന് മാക്സിമം എന്താണ് പരമാവധി സംതൃപ്തി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പോയിന്റാണ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പോയിന്റ് വേർ ബജറ്റ് ലൈൻ ഈസ് ടാൻജന്റ്. എന്താണ് പറഞ്ഞത്, നമ്മുടെ ബജറ്റ് ലൈൻ നമ്മൾ പറയുന്ന BL എന്ന് പറയുന്ന ബജറ്റ് ലൈൻ, ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, തൊട്ടുരുമി, മറ്റേ പാട്ടല്ലോ, തൊട്ടുരുമി നിൽക്കാൻ കൊതിയായി. യെസ്, അതേപോലെ തന്നെ ഇവർ പരസ്പരം തൊട്ടുരുമി നിൽക്കുകയാണ് എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരുപോലെ തുല്യരായി നിൽക്കുകയാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ തുല്യരായി നിൽക്കുന്ന, ഓക്കെ തുല്യരായിട്ട്
തൊട്ടുരുമി നിൽക്കുന്ന അവസ്ഥയാണ് പറയുന്നത് ടു ദ ഇൻഡിഫറൻസ് കർവ്. ഏത് കർവിനാണ്? ഇൻഡിഫറൻസ് കർവ്. നമ്മുടെ IC കർവ് നമ്മൾ പറയുന്നത് ഇൻഡിഫറൻസ് കർവ് അല്ലേ. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് നിസ്സംഗത വക്രവുമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ബജറ്റ് ലൈന് തുല്യമായിട്ട് വരുന്ന പോയിന്റാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന സ്പർശിക്കുന്ന പോയിന്റാണ് എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് കണ്ടീഷൻസ് ഒക്കെ വെച്ച പ്രകാരം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ബജറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ബജറ്റ് ലൈൻ വരക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇവിടെ എന്താണ്? ഗുഡ് 1 ഒന്നാമത്തെ സാധനമാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്. ഇവിടെ ഞാൻ വാങ്ങാൻ പോകുന്നത് എന്താണ്? ഗുഡ് 2 രണ്ടാമത്തെ സാധനമാണ് വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഗുഡ് 1 ഗുഡ് 2 ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇത് രണ്ടുമാണ് എക്സിനും വൈയും കാണിക്കുക. ഇനി എന്താ കാണിക്കേണ്ടത്? ഇനി കാണിക്കേണ്ടത് ബജറ്റ് ലൈനാണ് കാണിക്കേണ്ടത് അല്ലേ. ബജറ്റ് ലൈൻ വെറുതെ ഞാൻ ജസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ വരച്ചൊക്കെയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ BL എന്ന് പേര് കൊടുത്തു, ബജറ്റ് ലൈൻ ഞാൻ കൊടുത്തു. അതിനർത്ഥം എന്താണ്? എനിക്ക് മാക്സിമം സാധനങ്ങൾ ഏത് വരെ വാങ്ങാം? എനിക്ക് ഈ പറയുന്ന ഇവിടെ മുതൽ ഇത്രയും ലെവൽ വരെ സാധനങ്ങൾ വാങ്ങാം. ഇങ്ങോട്ട് വാങ്ങാൻ പറ്റുമോ? ഇല്ല, പോസിബിൾ അല്ല. ഇങ്ങോട്ട് വാങ്ങാൻ പറ്റുമോ? അതും പോസിബിൾ അല്ല. മാക്സിമം എത്ര വാങ്ങാൻ പറ്റുള്ളൂ? ഈ ലെവൽ വരെ വാങ്ങാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? മെയിനായിട്ടുള്ള കാര്യം ഇവിടെ നോക്കേണ്ടത്, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചേക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ ശ്രദ്ധിക്കണം, മെയിനായിട്ട് ഈ പറയുന്ന ബജറ്റ് ലൈൻ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് ബജറ്റ് ലൈനിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ. പെന്നൊക്കെ പോയോ? ടാബ് ഉപയോഗിച്ച് ഇത് മറന്ന പോലെ. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടാൻജൻ്റ് ആയിട്ട് വേണം ഇൻഡിഫറൻസ് കർവ് പോകാൻ. നമ്മൾ അതും കൂടി വരച്ചു കേട്ടോ. ടാൻജൻ്റ് ആയിട്ട് പോയെന്ന് വിചാരിക്കുക. ഒന്ന് ഇവിടെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് നമ്പർ 2, ഇൻഡിഫറൻസ് കർവ് നമ്പർ 1. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കുക, ഈ 3 പോയിന്റുകൾ മാർക്ക് ചെയ്യണേ. 2, 3 പോയിന്റുകൾ നോക്കിക്കോളും. പോയിന്റ് നമ്പർ P, പോയിന്റ് നമ്പർ Q, പോയിന്റ് നമ്പർ R. ഓക്കെ, അപ്പോൾ PQR എന്ന് പറഞ്ഞ പോയിന്റ് 3 പോയിന്റുകളെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കുക, ടാൻജൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന നോക്കട്ടോ, ടാൻജൻ്റ്. ഓക്കെ, ടാൻജൻ്റ് അഥവാ തുല്യമായിട്ട് വരുന്ന പോയിന്റുകൾ സ്പർശിച്ച് പോകുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ, Qയിൽ മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷേ ഈക്വൽ ആയിട്ട് വരുന്ന ഇവിടേക്ക് നോക്കി നിങ്ങൾ, ഈക്വൽ ആയിട്ട് വരുന്നത് P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്. ഓക്കെ ആണല്ലോ. പക്ഷേ ഇതെന്തുകൊണ്ടാണ് Q മാത്രം ഇക്വിലിബ്രിയം ആവുന്നത്? നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റില്ല. ഇത് ഇക്വിലിബ്രിയം പോയിന്റ് ആണെന്ന കാര്യം നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റില്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് നമുക്കറിയാം, കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ് നമുക്കറിയാം. എന്തുകൊണ്ട് അത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹയർ IC ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗത വക്രം ഉയരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഇൻഡിഫറൻസ് കർവ് വരച്ചു, ഇൻഡിഫറൻസ് കർവ് നമ്പർ 1, ഇവിടെ ഒന്ന് വരച്ചു ഇൻഡിഫറൻസ് കർവ് നമ്പർ 2, ഇവിടെ ഒന്ന് വരച്ചു ഇൻഡിഫറൻസ് കർവ് നമ്പർ 200. ഓക്കെ, ഇതിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ എതിരെ കിട്ടുക? സംശയം എല്ലാവർക്കും പറയാൻ പറ്റും, 200 എന്ന് എഴുതിയില്ല, ഇൻഡിഫറൻസ് കർവിലാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഹയർ ICയിലേക്കാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. നമ്മൾ പഠിച്ചു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്ത് പോകുന്ന Q എന്ന് പറയുന്ന പോയിന്റ് എന്തായി മാറുന്നത്? ഇക്വിലിബ്രിയം പോയിന്റായി മാറുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ആകെ നിങ്ങൾ അതിൽ പഠിച്ചു വെക്കേണ്ടത്. ഇനി അത് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ ആണല്ലോ. അത് പ്രകാരം നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇവിടെ എന്ത് ചെയ്തു? Q എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി ഈ ഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ. ഓക്കെ, ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ബജറ്റ് ലൈൻ സ്ലോപ്പ്. ഓക്കെ, ബജറ്റ് ലൈൻ സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് അല്ലേ. ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? -P1 / P2 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഈ പറഞ്ഞ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്താണ്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് Δx/Δy എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ. Δx/Δy എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. അത് നമുക്കിവിടെ കൊടുക്കാം Δx2 / Δx1 എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് കൊടുക്കാം. അതായത് ബജറ്റ് ലൈൻ്റെതും അതേപോലെ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് ഒരുപോലെ വരുന്ന പോയിന്റ് ആണല്ലേ. ഇനി ഈ പറയുന്ന പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ നിങ്ങളോട് എക്സ്ട്രാ ചോദിക്കുന്ന 2-3 കാര്യങ്ങൾ കൂടി ഉണ്ട്. അതെന്തൊക്കെയാണ് പഠിച്ചോളൂ. ഒന്ന്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ പറയും. ഓക്കെ, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ പറയും. 2, നിങ്ങളോട് എന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാൻ പറയും. 3, നിങ്ങളോട് സ്ലോപ്പ് കാണാൻ പറയും. എന്ത് ചെയ്യും? സ്ലോപ്പ് കാണാൻ പറയും. അങ്ങനെ നിങ്ങളോട് കാണാൻ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം. 4x1 plus 5x2 ഈക്വൽ ടു 20 എന്ന് തന്നിട്ടുണ്ട് വിചാരിക്കാം. ഇവിടെയാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് വിചാരിക്കുക. ഇങ്ങനെ ഒരു ചോദ്യമാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നിങ്ങളിവിടെ ചെയ്യേണ്ട ആകെയുള്ള ഒരു കാര്യം തരുമോ? നിങ്ങളിവിടെ ചെയ്യേണ്ട ആകെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേജ് കൂടി നമുക്ക് ആഡ് ചെയ്യാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ കാര്യം നമുക്കൊരു സെറ്റായിട്ട് എന്നോട് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കിക്കോട്ടെടാ, നിങ്ങൾക്ക് ആകെ തരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ തിരിച്ച് ഇങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. പൊതുവെ ഇങ്ങനെ തിരിച്ചും ചോദിക്കാറുണ്ട്. അതായത് 4x1 plus 5x2 ഈക്വൽ ടു 20 എന്ന് പറഞ്ഞ തരാണ്. എന്നിട്ട് നിങ്ങളോട് പറയണം, എ പറഞ്ഞു
വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാരണം എന്താണ് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിൽ വരുന്ന പോയിന്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലേ ഈ അതേപോലെ രണ്ടാമത് നിങ്ങളോട് ചോദിക്കും നിങ്ങളോട് ചോദിക്കും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്താണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് ചോദിക്കും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്താ ചോദിക്കും അതായത് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിൽ ടച്ച് ചെയ്യുന്ന പോയിന്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഫൈൻ തേർഡ് വൺ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് സ്ലോപ്പാണ് ചോദിക്കുക എന്താ ചോദിക്കുക സ്ലോപ്പാണ് ചോദിക്കുക അപ്പോൾ ഇത് മൂന്നും കാണാനുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നേക്കാൾ നന്നായിട്ട് അതായത് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഇസ് ഈക്വൽ ടു m divided by p2 m divided by p2 ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ m divided by p1 ആണ് ചെയ്യേണ്ടത് അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എത്ര വരിക നമുക്കറിയാം സ്ലോപ്പ് സമം -p1 divided by p2 ചെയ്താൽ മതി ഇത്രയും ചെയ്താൽ കിട്ടില്ലേ ഇനി നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ വെച്ച് നോക്കാം അപ്പോൾ p1 നമുക്കറിയാം എത്രയാണ് p1 എന്ന് പറഞ്ഞാൽ 4 ആണ് p2 പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് 5 ആണെന്ന് അറിയാം m നമുക്കറിയാം എത്രയാണ് 20 ആണെന്ന് അറിയാം അല്ലേ അപ്പോൾ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്ര വരിക 20 divided by 5 എങ്ങനെ കിട്ടിയേ 5 എന്ന് പറഞ്ഞാൽ p2 ആണ് അല്ലേ അപ്പോൾ 20 divided by 5 പറയുമ്പോൾ 4 യൂണിറ്റ് 4 യൂണിറ്റ് എന്ന് കിട്ടും ഇനി അതേപോലെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആണെങ്കിൽ എത്ര വരിക ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആണെങ്കിൽ 20 divided by 4 ഓക്കെ 20 divided by 4 കാരണം എന്താണ് hi = m divided by p1 ആണല്ലേ p1 4 ആണ് അതുകൊണ്ട് നമുക്ക് എത്ര കിട്ടുക 5 യൂണിറ്റ്സ് എന്ന് കിട്ടും ഓക്കെ 5 യൂണിറ്റ്സ് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ നമ്മുടെ കർവ് വരക്കാൻ പോകട്ടോ നോക്കണടാ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഈ കർവ് ഒന്ന് വരച്ച് പഠിച്ചാൽ നിങ്ങളുടെ കയ്യിലായിരിക്കും ഇതിൻ്റെ മാർക്ക് ഉണ്ടാവുക അപ്പോൾ നോക്കിക്കോളൂ ഞാനിവിടെ വരച്ച് വെച്ചു ഈ പറഞ്ഞൊരു ബജറ്റ് ലൈൻ വെച്ച് വരക്കാൻ പോകണേ 1 2 3 4 5 പോയിന്റ്സ് മാർക്ക് ചെയ്തു അതേപോലെ 1 2 3 4 5 മാർക്ക് ചെയ്തു അല്ലേ ഇനി നമ്മുടെ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നാലാമത്തെ യൂണിറ്റ് എന്ന് തുടങ്ങേണ്ടത് അല്ലേ അതായത് ഈ പോയിന്റ് ഞാൻ കളർ മാറ്റിയേക്കാം നീല കളർ എന്ന് എടുക്കാം അല്ലേ അപ്പോൾ ഈ പറഞ്ഞ 4 എന്ന് പറയുന്ന പോയിന്റ് എന്നാണ് തുടങ്ങേണ്ടത് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 5ലേക്കാണ് പോകേണ്ടത് അല്ലേ അതായത് ഈ ലൈനിലേക്കാണ് പോകേണ്ടത് ഇത് പരസ്പരം കൂട്ടി യോജിപ്പിച്ച് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ പറഞ്ഞിരിക്കുന്നത് കിട്ടും ഓക്കെ സ്ട്രെയിറ്റ് ലൈൻ ഞാൻ സ്കെയിലില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പാളി നിങ്ങൾക്ക് മനസ്സിലായി പക്ഷേ എന്താണ് നിങ്ങൾക്ക് ഇത് വരച്ചാൽ കിട്ടൂടാ സ്കെയിൽ വെച്ചിട്ടുണ്ടോ വരക്കാൻ യെസ് ഇങ്ങനെ വരച്ചാൽ നമുക്ക് എന്തായി ബജറ്റ് ലൈൻ തീരുമാനമായി ഇനി ഒന്നും പഠിക്കണ്ട നിങ്ങൾ സ്ലോപ്പും കൂടി എഴുതിയേക്കാം സ്ലോപ്പ് എഴുതിയേക്കാം വളരെ ഈസിയാണ് സ്ലോപ്പ് എത്രയാണ് -p1 -4 divided by 5 ഇനി അതിൻ്റെ വാല്യൂസ് ഒന്നും എഴുതേക്കണ്ട ജസ്റ്റ് ഇത്ര എഴുതിയാൽ മതി ഇനി ബജറ്റ് ലൈൻ ഇക്വേഷൻ ചോദിച്ചാൽ ഇതാണ് എഴുതി വെച്ചുകൊണ്ട് നേരെ 4x1 + 5x2 = 20 എന്ന് എഴുതിയാൽ കഴിഞ്ഞു പരിപാടി തീർന്നു ഒരു പേടിയും പഠിക്കണ്ട ഇവിടെ നമ്മൾ കൊടുക്കേണ്ട കാര്യം എന്താണ് ഗുഡ് 1 എന്ന് കൊടുക്കുക ഇവിടെ എന്താ കൊടുക്കണ്ടേ ഗുഡ് 2 എന്ന് കൊടുക്കുക ഇത്തരമുള്ള ആകെ ചെയ്യേണ്ട പരിപാടി സിമ്പിളാണ് പരിപാടി കഴിഞ്ഞു ഇത്തരമുള്ള പരിപാടി ആകെ ചെയ്യേണ്ടത് ബാക്കി എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരാണ് അപ്പോൾ ഇതാണ് നിങ്ങൾ ആകെ ബജറ്റ് ലൈനും കൺസ്യൂമർ ഇക്വിലിബ്രിയം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ പഠിച്ചേക്കേണ്ട കാര്യം ഇത്രയും കാര്യങ്ങളാണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഡയഗ്രാം അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഡയഗ്രത്തിൽ ഏറ്റവും വലിയ പോയിന്റ് നമ്മൾ പറഞ്ഞു വെച്ചു നോക്കിയേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇൻഡിഫറൻസ് കർവ് 3 കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് 3 ബജറ്റ് കർവുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കർവ് ഞാൻ വരച്ചാൽ നോക്കിക്കോട്ടെടാ നമ്മളെ ഇൻഡിഫറൻസ് കർവ് അതിലൂടെ കടന്നു പോകുന്ന ഒന്നാമത്തെ കർവ് അതിനെ ടച്ച് ചെയ്തു പോകുന്ന രണ്ടാമത്തത് മൂന്നാമത്തത് ഇൻഡിഫറൻസ് കർവ് 3 ഇൻഡിഫറൻസ് കർവ് നമ്പർ 2 ഇൻഡിഫറൻസ് കർവ് നമ്പർ 1 ഓക്കെ ആണല്ലോ നമ്മുടെ പോയിന്റ് ഇ എന്ന് പറഞ്ഞ പോയിന്റ് പി എന്ന് പറഞ്ഞ പോയിന്റ് Q എന്ന് പറഞ്ഞ പോയിന്റ് ബജറ്റ് ലൈൻ BL ഗുഡ് 1 ദെൻ ഗുഡ് 2 ഈ മാർക്കിന് കളയാൻ പാടില്ല കേട്ടോ കാരണം നമ്മൾ അത്രയും ചത്ത് പഠിച്ചൊരു സാധനമാണ് ഇനി ഇതിൻ്റെ മാർക്ക് കളയരുത് ഓക്കെ ആണല്ലോ ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ് ഇക്വിലിബ്രിയം പോയിന്റ് ഇ എന്ന് പറഞ്ഞ പോയിന്റ് ആണല്ലേ അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക പോയിന്റ് ഇ റിപ്രസെന്റ് ദ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു IC1 IC2 IC3 ആർ ദ ഇൻഡിഫറൻസ് കർവുകൾ പറഞ്ഞു അപ്പോൾ പോയിന്റ് ഇ എന്തുകൊണ്ട് ഇക്വിലിബ്രിയം പോയിന്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കാരണം എന്താണ് ബജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദി ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ചാൽ ബജറ്റ് ലൈനും അതേപോലെ ഇൻഡിഫറൻസ് കർവും തുല്യമായിട്ട് വരുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ ഹിയർ ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് നമ്മൾ പഠിച്ചത് എന്താണ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് MRS എന്ന് വിളിക്കും അല്ലെങ്കിൽ ഡെൽറ്റ x2 ഡിവൈഡ് ബൈ ഡെൽറ്റ x1 എന്നും പറയാറുണ്ട് ഓക്കെ ആണല്ലോ ജസ്റ്റ് അങ്ങനെ പഠിച്ചാൽ മതി വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടും ഓക്കെ ഫൈൻ അത്രേ ഉള്ളൂ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക ഞാൻ ഒരു കാര്യം പറയട്ടെ എപ്പോഴും നമ്മൾ പറയുന്നത് എത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ എൻ്റെ ഒരു കാര്യം കൂടി എനിക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങളോടൊരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിച്ചേക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ പഠിച്ചേക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്തുകൊണ്ട് ഓക്കെ ബജറ്റ് ലൈൻ്റെ
ബജറ്റ് ലൈൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പഠിച്ചേക്കണം. ബജറ്റ് ലൈൻ ഫീച്ചേഴ്സ് പഠിച്ചേക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചേക്കുക. എസ്പെഷ്യലി ഇത് പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് ഇനി പറയാൻ പോകുന്നത്. ആ സാധനത്തിൻ്റെ പേരാണ് ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗതാ വക്രം. നമ്മുടെ നിസ്സംഗതാ വക്രം ഉണ്ടല്ലോ, ഈ നിസ്സംഗതാ വക്രത്തിൻ്റെ സവിശേഷതകൾ അഥവാ ഫീച്ചേഴ്സ്, ആ 5 ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഈ 5 ഫീച്ചേഴ്സ് പഠിച്ചുകൊണ്ട് 5 ഫീച്ചേഴ്സ് നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ബൈ.